ഐമൻ VS. രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതവും മഹത്തരവുമാകപ്പെട്ട ഈ സുദിനത്തിൽ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാനായി അവസരം ലഭിച്ചതിന് ആദ്യമേ അല്ലാഹുവിനെ സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഈ പുണ്യമാകപ്പെട്ട ദിനത്തിൽ തങ്ങളുടെ മധുകളിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. തങ്ങളുടെ സ്നേഹിക്കാതെയും പാതകൾ പിൻപറ്റാതെയും എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുക? കാരണം എന്നെയും നിങ്ങളെയും ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച കാരണം മാത്രമാണ്. അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു, നബി അന്നില്ലായിരുന്നു എങ്കിൽ നാം ഈ ലോകത്ത് പോലും സൃഷ്ടിക്കുമായിരുന്നില്ല എന്നാണ്. സുഹൃത്തുക്കളെ, അവസാനം ലോകത്തോട് വിട പറഞ്ഞ സമയത്ത് പോലും ഉമ്മത്തി എന്ന് പറഞ്ഞ ആ മുത്തറസൂലിനെ സ്നേഹിക്കൽ നാം എല്ലാവരുടെയും ബാധ്യതയാണ്. തങ്ങളോട് സ്വാമിമാർക്കുണ്ടായിരുന്ന സ്നേഹത്തിന് അതിരില്ലായിരുന്നു. എന്ത് പറഞ്ഞാലും രണ്ടാമതൊന്നും ആലോചിക്കാതെ അത് പ്രവർത്തിക്കലായിരുന്നു അവരുടെ ശൈലി. തങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ ശരീരം കഷ്ണമായി മുറിക്കപ്പെട്ടാൽ പോലും അത് അവർക്ക് പ്രശ്നമില്ലായിരുന്നു. തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞ സമയം സ്വാഭിമാൻ അനുഭവിച്ച ദുഃഖം ലോകം കണ്ടതിൽ ഏറ്റവും വേദനാജനകമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കാൻ കഴിയാതെ ഇരുന്നു പോയി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കാൻ കഴിയാതെ ഇരുന്നു പോയി. അത്രമേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവരായിരുന്നു സ്വഹാബാക്കൾ. പ്രവാചക സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അള്ളാഹു നമ്മളെയും തൗഫീഖ് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.